നമസ്കാരം ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 12 പ്രോയും 12 പ്രോ പ്ലസിനെയും വിശേഷങ്ങളാണ്. വിശേഷമായിട്ടൊന്നും പറയാനില്ല, ചെറിയ നല്ല ഫോണാണ്, രണ്ടും നല്ല ഫോണാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കൊടുത്ത പ്രൈസിങ് തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഞാൻ പ്രൈസിങ് പറയായിരിക്കും നല്ലത്. പ്രോവിൻ്റെ 8GB റാം 128GB സ്റ്റോറേജിന് 26,000 രൂപയും 8GB റാം 256GB സ്റ്റോറേജിന് 27,000 രൂപയും പ്രോ പ്ലസിൻ്റെ 8 128ന് 30,000, 12 256 34,000, 8 256 32,000. അപ്പം 26,000 മുതൽ തുടങ്ങി 32,000 വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് 2,000 രൂപയുടെ ഏതോ ബാങ്ക് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോക്സിൻ്റെ അകം നോക്കുകയാണെങ്കിൽ 67 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. കഴിഞ്ഞ കൊല്ലം 100 വാട്ട് കൊടുത്തായിരുന്നു. എന്തിനാണ് ഡൗൺഗ്രേഡ് ചെയ്തത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു സാധാരണ DPU കേസാണ് വരുന്നത്. റൈവൽസ്, അതായത് റെഡ്മി ഒക്കെ നല്ല കേസ് കൊടുക്കുന്ന സമയത്ത് സാധാരണ DPU കേസ്, പിന്നെ ഒരു A to C കേബിളാണ് നിങ്ങൾക്ക് ബോക്സിൽ. അത്യാവശ്യം സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്ടോഡിക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് അമർന്നത്. അതുകൂടെ കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഫോണും എക്സാക്ട്ലി സെയിം ഡിസൈനാണ്. ആ ക്യാമറ മൊഡ്യൂൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒന്നിൽ 20x എന്ന് കാണാം, ഒന്നിൽ 120x എന്ന് കാണാം. വേറെ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. രണ്ടും ലക്ഷറി വാച്ച് ഡിസൈൻ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. സംഭവം റോളക്സ് ആണ്, വേറൊന്നുമല്ല. ആൻഡ് 190 gram ആണ് വെയിറ്റ്, 8.75 mm തിക്നെസ്. ഏകദേശം ലൈറ്റ് വെയിറ്റും കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ സുഖം ഉണ്ടാവും, ഇൻഹാൻഡ് ഫീലൊക്കെ നല്ല രസം ഉണ്ടാവും. വീഗൻ ലെതറാണ് രണ്ട് ഫോൺസിലും, പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. ആൻഡ് രണ്ടിലും സെയിം കളർ വേരിയൻസ് ആണ്, എക്സെപ്റ്റ് നിങ്ങൾക്ക് പ്രോ പ്ലസിൽ ഒരു റെഡ് കളർ വേരിയൻറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ അല്ല ഡിസൈൻ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നല്ല ഡിസൈനാണ്, അവർ പണിയെടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ പണി എടുക്കേണ്ട സ്ഥലത്തല്ല എടുത്തത്. നമ്മൾ ഡിസൈനിന് വേണ്ടിയിട്ടല്ല ഒരു ഫോൺ വാങ്ങുന്നത്. ഞാനൊക്കെ ഫോൺ വാങ്ങുന്നത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഡിസൈൻ നല്ലതായി ഗവൺമെൻറ് ഒട്ടക്കോയി ആയിരിക്കരുത്, പക്ഷേ പൈസ മുടക്കേണ്ടത് വേറെ പല സ്ഥലത്തുമാണ്. ചിപ്സെറ്റ് ആയാലും ക്യാമറ ആയാലും. ക്യാമറയ്ക്ക് ഇവരിവിടെ പൈസ മുടക്കിയിട്ടുണ്ട്, പക്ഷേ ചിപ്സെറ്റിൻ്റെ മുകളിൽ അവർ നല്ലോണം ഷോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതിലേക്ക് വരാം. ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ നോക്കുവാണെങ്കിൽ 6.7 ഇഞ്ചസിൻ്റെ 120Hz ഫുൾ HD പ്ലസ് AMOLED സ്ക്രീനാണ് വരുന്നത്. കർവ്ഡ് പാനലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. BWM ഡിമ്മിങ്ങും പിന്നെ 10 ബിറ്റിൻ്റെ പാനലാണ്. 915 ഇഞ്ചിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. HDR10+ഉം. പിന്നെ പ്രൊട്ടക്ഷൻ നോക്കുവാണെങ്കിൽ അസാഹി ഗ്ലാസ് DT Star 2ൻ്റെ പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഏതോ ഒട്ടക്കോയ ഗ്ലാസ്സാണ് നിങ്ങൾക്ക്, ഞാൻ അങ്ങനെ പറയുന്നില്ല. അത് ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് ഏകദേശം ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ ഒക്കെ പുറത്ത് ഏകദേശം കട്ടി വരുന്ന ഗ്ലാസ്സാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ 2000 ഹെർട്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റും 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും TV റെൻലാൻഡിൻ്റെ പ്രൊട്ടക്ഷനും പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഹൈറസിൻ്റെയും ഡോൾബി അറ്റ്മോസിൻ്റെയും സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് രണ്ട് ഫോണിലും സെയിം ആണ്, വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. അത്യാവശ്യം നല്ല സ്ക്രീനും സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിലൊന്നും വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇനി സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ അവിടെയാണ് കുറച്ച് കംപ്ലൈൻറ്റ് ഉള്ളത്. 12 പ്രോ പ്ലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2 4nm 2.4 GHz ക്ലോക്ക് സ്പീഡ് വരുന്ന 6,53,000 പുറത്ത് AnTuTu സ്കോറും വരുന്നുണ്ട്. 12 പ്രോ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ്, അതും 4nm തന്നെയാണ്, 2.2 GHz ആൻഡ് 5,87,000 AnTuTu സ്കോർ. രണ്ട് ചിപ്സെറ്റും തമ്മിൽ നോക്കുകയാണെങ്കിൽ AnTuTu സ്കോർ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ അത് വലിയ നമുക്ക് ആനമയിലൊട്ടകം വ്യത്യാസമൊന്നും പെർഫോമൻസിൽ കാണാൻ പോകുന്നില്ല. കാരണം എന്ന് പറയുന്നത് 0.2 GHz വ്യത്യാസം മാത്രമേ രണ്ട് ഫോൺസിൻ്റെയും ക്ലോക്ക് സ്പീഡിൽ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും കോറുകൾ വ്യത്യാസം ഉണ്ടായിരിക്കില്ല. കോറുകളും വ്യത്യാസമില്ല. അതിലുപയോഗിച്ച പെർഫോമൻസ് കോർ ആയാലും എഫിഷ്യൻസി കോർ ആയാലും സെയിം ആണ്. കോർട്ടക്സ് A78 ആണ്, കോർട്ടക്സ് A55 ആണ്. രണ്ട് ഫോണിലും വരുന്ന GPUയും സെയിം ആണ്, Adreno 710 ആണ് വരുന്നത്. ഇനി ഈ ഒരു ലെവൽ സെറ്റപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സ്നാപ്ഡ്രാഗൺ 778Gയിലും 778G പ്ലസിലൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് പ്രോ പ്ലസിൽ കിട്ടുന്ന ചിപ്സെറ്റ് 778G പ്ലസിനേക്കാളും സ്ലൈറ്റ്ലി പവർഫുൾ ആണ്. ആൻഡ് പ്രോയിൽ കിട്ടുന്ന ചിപ്സെറ്റ് 778Gനേക്കാളും സ്ലൈറ്റ്ലി അണ്ടർ പവർഡ് ആണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഫോണിൻ്റെ റൈവൽസ് എന്ന് പറയുന്നത് നമുക്ക് 7200 അൾട്ര കിട്ടുന്ന IQ Z7 Pro കിട്ടാനുണ്ട്. പിന്നെ അവിടെ നോർഡ് CE3 വരുന്നുണ്ട്, അത് ഏകദേശം 26,000 രൂപ. മറ്റേ IQ Z7 Pro ഞാൻ പറഞ്ഞത് 23,000 രൂപ. പിന്നെ സ്നാപ്ഡ്രാഗൺ 7050നേക്കാളും ബെറ്ററാണ് 6 Gen 1 ആയാലും മറ്റേതായാലും. അപ്പം നമുക്ക് ഈ 7050 എന്ന് പറയുന്നത് 20,000 രൂപയ്ക്ക് ലാവാഗ്നിയിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പം 20-25 ഇടയിലാണ് എങ്ങനെ നോക്കിയാലും 6 Gen 1 ഒക്കെ വരേണ്ടത്. 6 Gen 1 പ്രത്യേകിച്ച്. ഇനി 7S Gen 2 ഒരു 30 ആ റേഞ്ചിലാണ് കൊണ്ടുവച്ചത്. അതൊരു കുറച്ചുകൂടി ഷോർട്ട് ചെയ്തൊരു 27 25 ആ ഒരു റേഞ്ചാണെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് എന്ന് പറഞ്ഞേനെ. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്, കാരണം ക്യാമറ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പാണ്, ഞാൻ അതിലേക്ക് വരാം. രണ്ട് ഫോൺസിനും ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. സോ ത്രോട്ട്ലിംഗ് ഒന്നും വലിയ ഇഷ്യൂ ഒന്നുമില്ല.
ഞാൻ നോക്കിയ സമയത്ത് രണ്ട് ഫോൺസും 15 മിനിറ്റ് ടോട്ടലിംഗ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഏകദേശം നല്ല സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. രണ്ട് ഫോൺസിലും UFS 3.1 വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രോയിൽ LPDDR4X പ്രോ പ്ലസ്സിൽ നിങ്ങൾക്ക് LPDDR5 ആണ് കിട്ടുന്നത്. 25,000 രൂപയ്ക്ക് LPDDR4X ഈസ് നോട്ട് ഇനഫ്. LPDDR5 തന്നെ കൊടുക്കാമായിരുന്നു അവർക്ക്, പക്ഷെ അവർ കൊടുത്തിട്ടില്ല. രണ്ട് ഫോൺസിലും 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ടിൻ്റെ ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് വരുന്നില്ല. ഇനി പെർഫോമൻസ് സൈഡ് ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ട് ഫോൺസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം സെയിം ആണ്. ചിപ്സെറ്റ് വ്യത്യാസമുണ്ട്, കോർസ് സെയിം ആണ്, ക്ലോക്ക് സ്പീഡ് വ്യത്യാസമുണ്ട്, പക്ഷേ ഫാബ്രിക്കേഷൻ ടെക്നോളജി സെയിം ആണ്. ANTUTU സ്കോർ വ്യത്യാസമുണ്ട്, പക്ഷേ പെർഫോമൻസ് സെയിം ആണ്. ആൻഡ് ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ്, പ്രത്യേകിച്ച് പ്രോയിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ മാർക്കറ്റിൽ ലഭ്യമാണ്. ആൻഡ് പ്രോയും പ്രോ പ്ലസും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് പ്രോയിനെ നോക്കാണ്ട് പ്രോ പ്ലസ് എടുക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ ഈ രണ്ട് ഫോൺസും പെർഫോമൻസിന് വേണ്ടി എടുക്കേണ്ടതെന്ന് ചുരുക്കി പറയാം, വളരെ വ്യക്തമായിട്ട് പറയാം. ആൻഡ് ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ലാസ്റ്റിലേക്ക് ഞാൻ ഫുൾ ഒപ്പീനിയൻ പറയുന്നതായിരിക്കും. സോഫ്റ്റ്വെയർ നോക്കുവാണെങ്കിൽ Android 14 Realme UI 5.0, 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്, അറ്റ്ലീസ്റ്റ് 3+4 കൊടുക്കേണ്ടായിരുന്നു. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അവർ 2+3 തന്നാലും സന്തോഷം, പക്ഷേ മാർക്കറ്റിൽ വേറെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണ്ട ഇറക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. ഇനി പെർഫോമൻസ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ലാഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ലോണം വെറുപ്പിക്കലുണ്ടാവും. Realme UI ആണ്, നല്ലോണം ആഡ്സും ബ്ലോട്ട്വെയറും കുത്തി നിറപ്പും പിന്നെ കുറേ ചൈനീസ് ആപ്പ് ഇപ്പോൾ വരുന്നുണ്ടോ അറിയില്ല, ഇടയ്ക്ക് വന്നതായിട്ടൊക്കെ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ വേണ്ടാത്ത ഗെയിംസും ആപ്പൊക്കെ ലോഡ് ചെയ്തിട്ടേക്കും തരും, അതൊക്കെ എടുത്ത് കളയേണ്ടി വരും, ആഡ്സൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിക്കേണ്ടി വരും. പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത UI ആണ്, ഞാൻ ഉപയോഗിക്കുന്ന UI ആയതുകൊണ്ടും കൂടി പറയാം. ലാഗൊന്നുമില്ല, പക്ഷെ എന്തായാലും ബ്ലോട്ട്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി മറ്റേ സെൻസേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് അൺലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 4Gയും ഡ്യുവൽ 5Gയും 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. വൈഫൈ വേർഷൻ 6, ബ്ലൂടൂത്ത് വേർഷൻ 5.2 വരുന്നുണ്ട്. വൈഫൈ കോളിങ്ങിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, ഡ്യുവൽ ബാൻഡ് വൈഫൈ വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ട് രണ്ട് ഫോൺസിലും വരുന്നില്ല. NFC അറ്റ്ലീസ്റ്റ് പ്രോ പ്ലസ്സിലെങ്കിലും വേണമായിരുന്നു, അതും അവർ കൊടുത്തിട്ടില്ല. പിന്നെ IP65 ആണ് രണ്ടിലും വരുന്നത്. ടാക്ടൈൽ എഞ്ചിൻ വരുന്നുണ്ട്, അത് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് രണ്ട് ഫോൺസിലും വരുന്നുണ്ട്, കുഴപ്പമില്ല. 3.5mm ഓഡിയോ ജാക്കും വരുന്നില്ല. SD കാർഡ് സ്ലോട്ട് അല്ലെങ്കിൽ മൈക്രോ SD സ്ലോട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല, രണ്ട് ഫോൺസിലും കിട്ടുന്നില്ല. ക്യാമറ 2 APIയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്കൊക്കെ റെഡ്മി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവർക്കും വേണേൽ കൊടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ തരില്ല, അങ്ങനെയാണത്. ഈ രണ്ട് ഫോൺസിൻ്റെയും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് 50 MP IMX 890 OIS-ഉം 8 MP അൾട്രാ വൈഡും 64 MP ഒമ്നി വിഷൻ OV64B എന്ന് പറയുന്ന സെൻസർ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂമാണ് നിങ്ങൾക്ക് പ്രോ പ്ലസ്സിൽ കിട്ടുന്നത്. ഇനി പ്രോയിൽ എന്താ നോക്കിക്കഴിഞ്ഞാൽ 50 MP തന്നെ IMX 882 OIS ആണ് കിട്ടുന്നത്. 8 MP അൾട്രാ വൈഡ് സെയിം ആണ്, അൾട്രാ വൈഡ് രണ്ടും സെയിം ആണ്. പിന്നെ 32 MP ഒരു IMX 709 2x ഒപ്റ്റിക്കൽ സൂമാണ് വരുന്നത്. അപ്പം ഫസ്റ്റ് 50 MP രണ്ട് സെൻസേഴ്സ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പുറത്ത് നമുക്ക് ഒന്ന് 3x ആണ് നമുക്ക് പ്രോ പ്ലസ്സിൽ, പക്ഷേ ഇവിടെ താഴത്തേൽ നമുക്ക് 2x ആണ് കിട്ടുന്നത്. അതാണ് മെയിൻലി ഉള്ള വ്യത്യാസം. ആൻഡ് 2x-ഉം 3x-ഉം തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾക്കറിയാം, ഒപ്റ്റിക്കൽ സൂമാണ്. പക്ഷേ അൾട്രാവൈഡ് വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. പക്ഷേ പ്രൈമറി ക്യാമറ സെൻസേഴ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഔട്ട്പുട്ട് സെയിം ആണ് കിട്ടുന്നത്, ഔട്ട്പുട്ട് സെയിം ആണ്. അപ്പം നമുക്ക് പ്രോ പ്ലസ് എടുക്കണം എന്നൊന്നും എനിക്ക് ഇപ്പോൾ രണ്ടും ക്യാമറ കുറച്ചുകൂടി നല്ലതാണ്. ഇനി എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ 32 MP സെൽഫി ക്യാമറയാണ് നിങ്ങൾക്ക് പ്രോ പ്ലസ്സിൽ, 16 MP സെൽഫി ക്യാമറയാണ് നിങ്ങൾക്ക് പ്രോയിൽ. പക്ഷേ 32 MP കൊടുത്തിട്ട് പോലും 4K റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ അവർ കൊടുത്തിട്ടില്ല. രണ്ട് ഫോൺസിലും 1080p 30 FPS ആണ്. പിന്നെ എന്തിൻ്റെ ആവശ്യമാണ് നമുക്ക് 32 MP? ശരിയാണ്, കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ടാവും, പക്ഷേ 4K റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചറും നമുക്ക് വരുന്നില്ല. ബാക്കിൽ നമുക്ക് 4K 30 FPS കിട്ടുന്നുണ്ട്, നല്ല കാര്യം. ഇനി എക്സ്ട്രാ ഫീച്ചേഴ്സ് പ്രോ പ്ലസ്സിൽ എന്താണ് വരുന്നത് നോക്കിയാൽ 120x സൂം വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് പ്രോയിൽ കിട്ടുന്നില്ല, പ്രോ പ്ലസ്സിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ബൊക്കെ വീഡിയോ അല്ലെങ്കിൽ പോർട്രേറ്റ് വീഡിയോ നിങ്ങൾക്ക് പ്രോ പ്ലസ്സിൽ കിട്ടുന്നില്ല, അത് നിങ്ങൾക്ക് പ്രോ വേരിയൻറ്റിൽ കിട്ടുന്നില്ല. പിന്നെ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല, ബാക്കി രണ്ടും ക്യാമറ ഫീച്ചേഴ്സ് സെയിം ആണ്. പിന്നെ എന്തിനാണ് ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പം രണ്ടിനും ഡിസ്പ്ലേ, മറ്റ് ഫീച്ചേഴ്സ്, സോഫ്റ്റ്വെയർ സെയിം, പെർഫോമൻസും ചിപ്സെറ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും പെർഫോമൻസും പ്രാക്ടിക്കലി സെയിം. രണ്ട് ഫോൺസിലും നിങ്ങൾക്ക് BGMI ഒക്കെ നോക്കുമ്പോൾ 60 FPS അൺലോക്ക്ഡ് ആണ്, രണ്ട് ഫോൺസിലും ഏകദേശം സെയിം. പിന്നെ ക്യാമറ നോക്കുവാണെങ്കിൽ വളരെ ചുരുങ്ങിയ ഡിഫറൻസ് മാത്രം. അത് നിങ്ങൾ പ്രൈസ് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ 4000 രൂപ ഡിഫറൻസ് ഉണ്ട് പ്രോയും പ്രോ പ്ലസും തമ്മിൽ. 4000 രൂപ ഡിഫറൻസിന് വെർത്താണോ ഈ ഫോൺ? അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രോ പ്ലസ് എടുക്കണ്ട, പ്രോ എടുത്താലോ. ഞാൻ പറയും നിങ്ങൾക്ക് അത്ര എടുക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ പ്രോ എടുത്തോ. പക്ഷേ പ്രോ നോക്കിക്കഴിഞ്ഞാൽ 6 Gen 1-ന് കോമ്പറ്റീറ്റേഴ്സായിട്ട് IQ C7 പ്രോയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രോ എടുക്കാനും നമുക്ക് പറയാൻ പറ്റില്ല.
സോ വാല്യൂ ഫോർ മണി കൺസെപ്റ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഫോൺസ് ഇവിടെ ഉണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് ക്യാമറേൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിലും ക്യാമറ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ലോണം തരുന്ന ഐക്യൂവിൻ്റെ ഫോൺസ് ഉണ്ട്. പിന്നെ S21 FE വരുന്നുണ്ട്. നിങ്ങൾക്ക് ടെലിഫോട്ടോ S21 FEയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ S21 FEയിൽ കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസും പിന്നെ ഗെയിമിങ്ങിന് പറ്റിയ ഫോണൊന്നുമല്ല. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി പവറുള്ള സ്നാപ്ഡ്രാഗൺ 888 ആണോ കിട്ടുന്നത്. വ്യത്യാസമില്ലേ 6 Gen 1ഉം മറ്റേ 7S Gen 2ഉം 888 തമ്മിൽ എടോ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇനി പ്രോ പ്ലസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിലും ബെസ്റ്റ് ഫോൺസ് വേറെ കിടപ്പുണ്ട് 30,000 രൂപയ്ക്ക്. എഡ്ജ് 40 ആയാലും പിന്നെ എഡ്ജ് 40 നിയോ അതിലും താഴെയാണ് വരുന്നത്. പിന്നെ അതുമാത്രമല്ല IQ Neo 7 Pro വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫോൺ ഇവിടെ വരുന്ന സമയത്ത് ഇവർ എന്തിനിറക്കിയതാണ്. മാത്രമല്ല പണ്ട് 10,000 20,000 18,000 ആ ഒരു റേഞ്ചിലൊക്കെ ഇരുന്ന ഫോൺസ് ഇപ്പം 20,000 ഇപ്പം മാർക്കറ്റ് ഇല്ലേ. റെഡ്മീൻ്റെ നമ്പർ സീരീസ് 30-ലേക്കൊക്കെയാണ് പോകുന്നത്. 30 പൊയ്ക്കോട്ടെ, അവർക്ക് ഫ്ലാഗ്ഷിപ്പ് സീരീസ് വേറെ ഉണ്ടല്ലോ. നമുക്ക് മുന്നേ 30,000 ഫോൺ തന്നിരുന്നു. ഷവോമി ആയാലും റിയൽമി ആയാലും. റിയൽമി GT മാസ്റ്റർ എഡീഷൻ ഇറക്കിയ കമ്പനിയാണ് റിയൽമി എന്ന് പറയുന്നത്. മാധവ് ഷെഡ്ജി പോയപ്പം തള്ളൽ കുറഞ്ഞു എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പം തള്ളി മറക്കുകയാണ്. അവരെ വേറൊരു കോമഡി ഉണ്ട്. അവർ S23 അൾട്ര S24 അൾട്രയും iPhone 15 Pro Max ഒക്കെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എൻ്റെ അമ്മയുടെ ഈ തള്ളിപ്പൊക്കൊരു മയത്ത് തള്ളടേ. ഇത് 30,000 അത് 1,00,000. എന്താ പറയുന്നത്? പറയുമ്പോൾ ഒരു റേഞ്ചില്ലേ പറയുമ്പോൾ ഒക്കെ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ റിയൽമിയുടെയും റെഡ്മിയുടെയൊക്കെ അവസ്ഥ. നമുക്ക് കണ്ണടച്ചെടുത്തോന്ന് പറയാൻ കഴിയില്ല. ഭേദം മോട്ടോറോളയും പോക്കോയൊക്കെ തന്നെയാണ്. സംഭവം റെഡ്മിയുടെ പഴയ സബ് ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാൻഡാണ് പോക്കോ ആണ് ഇപ്പോൾ കുറച്ച് ഭേദം. X6 ആയാലും X6 Pro ആയാലും നല്ല സാധനമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവറും ഉണ്ട്, ക്യാമറയുണ്ട്. എടുക്കണമെങ്കിൽ അതൊക്കെ എടുത്തു എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഇതൊന്നും എടുക്കാൻ ഒരു റിവ്യൂവേഴ്സിനും ജെന്യൂൻലി പറയാൻ പറ്റില്ല. അതിനൊരു ഓഫ്ലൈൻ സെൻട്രിക് ആണ് ഡിസൈൻ. പിന്നെ നമുക്ക് ക്യാമറ നല്ലതാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് ഓഫർ സീസൺ എടുക്കാം. ഓഫർ കുറച്ച് പ്രൈസ് കുറയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് ബെല്ലേക്ക് നോർത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.